പ്രിയ പ്രേക്ഷകരെ, കേരളം നേരിടുന്ന വൈദ്യുതി പ്രതിസന്ധിയെ സംബന്ധിച്ച വിശദമായ വിവരങ്ങൾ ന്യൂസ് ടെൻസ് കഴിഞ്ഞ ദിവസം പ്രേക്ഷകരുമായി പങ്കുവച്ചതാണ്. പ്രത്യേകിച്ച് നമ്മുടെ കാലവർഷത്തിൽ ഉണ്ടായിട്ടുള്ള കുറവ് കണക്കുകൾ അനുസരിച്ച് കാലവർഷത്തിൽ ഏതാണ്ട് 28% കുറവുണ്ട് എന്നതാണ്. അതായത് 1/3 മഴ നമുക്ക് ലഭ്യമായിട്ടില്ല. നമ്മുടെ ഡാമുകളിലെ ജലനിരപ്പ് എന്നത് അങ്ങേയറ്റം താഴ്ന്നു നിൽക്കുന്നു. ജലസംഭരണിയുടെ ശേഷിക്ക് ഏതാണ്ട് 20% മാത്രം ആണ് ജലം ഉള്ളത് എന്നതാണ് പ്രതിസന്ധി. ഒപ്പം ആഭ്യന്തര ഉൽപ്പാദനം, ആ ആഭ്യന്തര ഉൽപ്പാദനത്തിൽ വലിയ പുരോഗതിയില്ല എന്നതും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം വാർത്തയുടെ ഒരു പൂർണ്ണ രൂപം ന്യൂസ് 18 ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ യൂട്യൂബിൽ തിരഞ്ഞാൽ തീർച്ചയായും ലഭിക്കും. ഇന്നലെ നമ്മൾ അത് പൂർണ്ണമായും പ്രേക്ഷകരുമായി പങ്കുവച്ചതാണ്. ഇന്നിപ്പോൾ ഇതാ നമ്മൾ മറ്റൊരു ഡേറ്റ കൂടി പങ്കുവെക്കുകയാണ്. അതായത് കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരമാകുമോ എന്ന ഒരു സംശയം ആണ്. അത് പരിഹാരമാകണം എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ ആണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാ ഈ ഡേറ്റ നോക്കുക. അതായത് നിലവിൽ സംസ്ഥാനം വൈദ്യുതി പ്രതിസന്ധി നേരിടുന്ന പശ്ചാത്തലത്തിൽ വൈദ്യുതി വിലയ്ക്ക് വാങ്ങാൻ, പുറത്തുനിന്ന് വാങ്ങാൻ ധാരണയായിരിക്കുന്നു. റെഗുലേറ്ററി കമ്മീഷൻ അതിന് അനുമതി നൽകുന്നു KSEBക്ക് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അടുത്ത മാസം എന്ന് പറയുമ്പോൾ നാളെ മുതൽ ആണ് കേട്ടോ. അതായത് നാളെ മുതൽ വൈദ്യുതി വാങ്ങാൻ പോവുകയാണ്. 150 മെഗാവാട്ട് വൈദ്യുതിയാണ് വാങ്ങുന്നത്. യൂണിറ്റിന് 9 രൂപ 99 എന്ന നിരക്കിൽ ആണ്. ഇപ്പോഴത്തെ നിയമ സംവിധാനങ്ങൾ അനുസരിച്ച് 10 രൂപയ്ക്ക് കൂടുതൽ നൽകി വൈദ്യുതി വാങ്ങാൻ പാടില്ല എന്നുള്ളതാണ്, സാധിക്കില്ല എന്നതാണ്. അപ്പോൾ മാക്സിമം തുകയ്ക്ക് 9.99 രൂപയ്ക്ക് ജൂലൈ മാസത്തിലേക്ക് വൈദ്യുതി വാങ്ങുന്നു. ഒരു പക്ഷേ ഈ ഫുട്ബോളൊക്കെ അവസാനിക്കുന്നത് ജൂലൈയിലാണ് എന്ന് നമുക്കറിയാം. ആ മാസത്തിൽ കൂടുതൽ ഉപഭോഗം വന്നേക്കാം. മഴക്കാലമാണ്, മഴ ശക്തമാകുന്നില്ല എങ്കിൽ ഇനിയും AC-കളുടെയും ഫാനുകളുടെയും ഒക്കെ ഉപയോഗവും വർദ്ധിക്കും എന്നതുകൊണ്ടായിരിക്കാം ജൂലൈയിൽ ഇത്രയും അധികം തുക നൽകിക്കൊണ്ട് 150 മെഗാവാട്ട്. ഓഗസ്റ്റ് ആകുമ്പോൾ 310 എന്ന നിലയിലാണ് മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ പോകുന്നത്. അവിടെ 9 രൂപ 93 എന്നുള്ളതാണ്. ഓഗസ്റ്റ് കഴിഞ്ഞാൽ സ്വാഭാവികമായും സെപ്റ്റംബർ ആണ് വരേണ്ടത്. പക്ഷേ സെപ്റ്റംബറിൽ വൈദ്യുതി വാങ്ങണമെങ്കിൽ ഏതാണ്ട് 12 രൂപ യൂണിറ്റിന് നൽകണം എന്നതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകമായ അനുമതിയും തീരുമാനങ്ങളും ഒക്കെ വേണം. അത് പിന്നീട് പരിഗണിക്കാം എന്നതാണ് തീരുമാനം. ഇപ്പോഴിതാ ഒക്ടോബർ മാസത്തിൽ 500 മെഗാവാട്ടിൻ്റെ വൈദ്യുതി ആവശ്യമായി വരും. നമുക്ക് ഓർത്തെടുക്കേണ്ടത് ഇതൊക്കെ ചില സീസണുകൾ കൂടിയാണ്. അതായത് ഓണം പോലെയുള്ള ആഘോഷങ്ങളുടെ സീസണുകളിലേക്കാണ് സംസ്ഥാനം വരാൻ പോകുന്നത്. ആ സമയത്തൊക്കെ വൈദ്യുതിയുടെ ഉപഭോഗത്തിൽ വലിയ വർധനവുണ്ടാകുവാനുള്ള സാധ്യത കൂടിയാണ് മുന്നിൽ കാണുന്നത്. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് 500 മെഗാവാട്ട് വീതം ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിൽ വാങ്ങാൻ തീരുമാനിക്കുന്നത്. അവിടെ യൂണിറ്റിന് 8 രൂപ 89 എന്ന നിരക്കിൽ ആണ് ഈ വൈദ്യുതി വാങ്ങാൻ തയ്യാറെടുക്കുന്നത്. ഇനി ഇതാ നമ്മൾ മറ്റൊരു ഡേറ്റയിലേക്ക് കൂടി പോകുന്നത്. അതായത് ഉയർന്ന വിലയ്ക്കാണ് വൈദ്യുതി വാങ്ങുന്നത് എന്നതാണല്ലോ ഈ ഡേറ്റയിൽ പറയുന്നത്. നേരത്തെ നിശ്ചയിച്ചിരുന്ന നിരക്ക് എന്ത് എന്നതുകൂടിയാണ് നമുക്ക് പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവെച്ച് പോകേണ്ടത്. 4 രൂപ 64 ഒരു യൂണിറ്റ് വൈദ്യുതി നേരത്തെ ഉള്ള തീരുമാനപ്രകാരം വാങ്ങേണ്ടിയിരുന്നത്. അവിടെയാണ് 9 രൂപ 99 ഇനി സംസ്ഥാനം വൈദ്യുതി വാങ്ങാൻ പോകുന്നത്. മാത്രവുമല്ല, ഈ വടക്കേ ഇന്ത്യയിൽ നിന്നുള്ള വൈദ്യുതി ലഭ്യതയിൽ വലിയ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. അവിടെ ചൂട് കൂടിയത് കാരണം അവിടുത്തെ വൈദ്യുതി ഉപഭോഗം വർദ്ധിച്ചു. അതുകൊണ്ട് തന്നെ അവർക്ക് വൈദ്യുതി നൽകാൻ പറ്റാത്ത സാഹചര്യമാണ്. അതുമാത്രവുമല്ല, ഇന്നലെ നമ്മൾ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതാണ്, വാടകയ്ക്ക് നമ്മൾ വാങ്ങിച്ച അല്ലെങ്കിൽ വായ്പയായി എടുത്ത വൈദ്യുതിയുണ്ട്, തിരിച്ചു നൽകാം എന്ന കരാറിന്മേ സ്വാപ്പ് പദ്ധതി പ്രകാരമാണ് ഉള്ള വൈദ്യുതി. അത് പ്രകാരമുള്ള വൈദ്യുതി തിരിച്ചു നൽകേണ്ട ഒരു സമയം കൂടിയാണ്. അതും നമ്മൾ ഉൽപ്പാദിപ്പിച്ച് കണ്ടെത്തി തിരികെ നൽകേണ്ട ഒരാവശ്യം കൂടിയുണ്ട് എന്നതാണ്. ഇനി ഇതാ നോക്കൂ, ഈ നേരത്തെ നിശ്ചയിച്ച തുകയേക്കാൾ വലിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങുമ്പോൾ നമുക്ക് അധികമായി ഉണ്ടാകുന്ന ചെലവ് 282 കോടി രൂപയുടേതാണ് എന്നതാണ്. ഇത് ഒരുപക്ഷെ നമ്മളെപ്പോഴും പറയുന്നതാണ്, ഇങ്ങനെയുള്ള പ്രതിസന്ധിയൊക്കെ വരുമ്പോൾ സംസ്ഥാന സർക്കാർ സഹായം നൽകും. അതല്ല എങ്കിൽ സംഭവിക്കാൻ പോകുന്നത് സാധാരണക്കാരായ ആളുകൾക്ക് ഈ യൂണിറ്റിന് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ച് ഇതുകൂടി നൽകേണ്ടതായി വരും. അത് പല പേരുകളിലായിരിക്കും നമ്മൾ നൽകേണ്ടതായി വരുന്നത്. അതല്ല എങ്കിൽ സർക്കാർ KSEBക്ക് സഹായം നൽകും. സർക്കാർ സഹായം നൽകിയാലും ഒക്കെ അത് നമ്മുടെ തന്നെ നികുതിപ്പണം ആണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ ചേരുന്നുണ്ട്. ഡാൻ, അപ്രതീക്ഷിതമാകുന്ന വൈദ്യുതി നിയന്ത്രണം, രാത്രി 11:30 പോലും വൈദ്യുതി ഇല്ലാതെയാകുന്ന സാഹചര്യം, കേരളത്തിൽ ഫുട്ബോൾ ആവേശത്തിൻ്റെ സമയത്ത് ഫുട്ബോൾ ആരാധകരൊക്കെ മൊബൈൽ ഫോണുമായി KSEB ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ച് ഫുട്ബോൾ കണ്ടതൊക്കെ നമ്മൾ വാർത്തകളിൽ നൽകിയ വിവരങ്ങളാണ്. ഒരുപക്ഷെ അതിനൊരു മാറ്റമുണ്ടാകും. വൈദ്യുതി നിയന്ത്രണം ഇന്നത്തോടെ അവസാനിക്കും. അങ്ങനെ വേണമോ പ്രതീക്ഷിക്കാൻ?
മൺസൂണിൻ്റെ ലഭ്യത കുറഞ്ഞതും ഡാമുകളിലെ ജലനിരപ്പ് ക്രമാതീതമായി കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായതുമാണ് നിലവിലെ വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് വഴിവെച്ചത്. ഏതാണ്ട് 900 മെഗാവാട്ടിൻ്റെ കുറവാണ് ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരുന്നത്. അത്രയും വലിയൊരു വൈദ്യുതി പ്രതിസന്ധിയാണ് കേരളം നേരിട്ടത്. ആ പ്രതിസന്ധി പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായി ചേർന്ന അടിയന്തര സംസ്ഥാന വൈദ്യുതി ബോർഡിൻ്റെ റെഗുലേറ്ററി കമ്മീഷൻ യോഗത്തിലാണ് നിർണായകമായ ചില തീരുമാനങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ആ തീരുമാനം അനുസരിച്ച് ജൂലൈ 1 മുതൽ, അതായത് നാളെ മുതൽ ഡിസംബർ 31 വരെയുള്ള സമയത്ത് ഹ്രസ്വകാല കരാറുകളിലൂടെ അധികമായി വൈദ്യുതി വാങ്ങുന്നതിനുള്ള നടപടികളിലേക്കാണ് അവർ കടക്കുക. അതായത് ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങുക എന്നൊരു തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഏതാണ്ട് 30.84 കോടി യൂണിറ്റ് വൈദ്യുതിയാകും ഈ 6 മാസത്തേക്ക് ഹ്രസ്വകാല കരാറുകളിലൂടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഉൾപ്പെടെ വാങ്ങുക. ഇതുമായി ബന്ധപ്പെട്ട ഏകദേശ ധാരണയായിട്ടുണ്ട്. 282.50 കോടി രൂപയുടെ അധിക ബാധ്യത KSEBിക്ക് വരുന്നതാണ് ഈ പുതിയ കരാർ, അല്ലെങ്കിൽ പുതുതായി നടപ്പിലാക്കാൻ പോകുന്ന ഈ തീരുമാനം. ആ ബാധ്യത മറികടക്കുന്നതിന് വേണ്ട തീരുമാനങ്ങൾ അടുത്ത ദിവസം ചേരുന്ന ബോർഡ് യോഗത്തിൽ അടിയന്തരമായി കൈക്കൊള്ളാനുള്ള നിർദ്ദേശം കൂടി റെഗുലേറ്ററി കമ്മീഷൻ മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ കൂടി റെഗുലേറ്ററി കമ്മീഷൻ ബോർഡിന് നൽകിയിട്ടുണ്ട്. അതായത് അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് സംസ്ഥാനത്ത് ഇനി ഉണ്ടാകാൻ പാടില്ല എന്ന കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അത്തരത്തിൽ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ അങ്ങനെ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തുന്ന സമയത്തിന് 1 മണിക്കൂർ മുമ്പ് SMS മുഖേനയോ അല്ലാതെയോ ഈ വിവരം പൊതുജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന കർശനമായൊരു നിർദ്ദേശം കൂടി അവർ മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. ജൂലൈ മാസത്തിൽ 9.99 രൂപ നിരക്കിലും ഓഗസ്റ്റിൽ 9.93 രൂപ നിരക്കിലും ഒക്ടോബർ മുതൽ ഡിസംബർ വരെ 8.89 രൂപ നിരക്കിലുമായിരിക്കും ഹ്രസ്വകാല കരാറുകളിലൂടെ കേരളത്തിന് ആവശ്യമായ വൈദ്യുതി വാങ്ങുക. അതേസമയം യൂണിറ്റിന് 12 രൂപയ്ക്ക് മുകളിലേക്ക് കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ടെൻഡർ നടപടികൾക്കിടയിൽ ഉണ്ടായതിനാലാണ് സെപ്റ്റംബർ മാസത്തിൽ വൈദ്യുതി വാങ്ങേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് ബോർഡ് എത്തിയിരിക്കുന്നത്. എന്തായാലും കേരളത്തെ സംബന്ധിച്ച്, KSEBിയെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ് ഈ തീരുമാനത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് അടുത്ത ദിവസം ചേരുന്ന ബോർഡ് യോഗത്തിൽ ജനങ്ങൾക്ക് മേൽ ഇതിൻ്റെ അധിക ബാധ്യത ഏൽപ്പിക്കാതെ പ്രശ്നം ഈ 282 കോടി രൂപ കണ്ടെത്തുന്നതിനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കണമെന്ന നിർദ്ദേശം കൂടിയാണ് റെഗുലേറ്ററി കമ്മീഷൻ KSEBിക്ക് മുമ്പിൽ വെച്ചിരിക്കുന്നത്. യെസ്, എന്തായാലും വൈദ്യുതി പ്രതിസന്ധി സംസ്ഥാനം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് പരിഹാരം എന്ന നിലയിലാണ് വടക്കേ ഇന്ത്യയിൽ നിന്ന് വൈദ്യുതി വാങ്ങാൻ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ അതിന് 282 കോടി രൂപയുടെ അധിക ചെലവാണ് KSEBിക്ക് വരാൻ പോകുന്നത് എന്നതാണ്. ആ തുക എങ്ങനെ കണ്ടെത്തും, അതിൻ്റെ അമിതഭാരം ജനങ്ങൾ വഹിക്കേണ്ടി വരുമോ എന്നതാണ് അറിയേണ്ടത്. ഈ വൈദ്യുതി നിയന്ത്രണം ഇനി അറിയിപ്പില്ലാത്ത തരത്തിലുണ്ടാകില്ല. വൈദ്യുതി നിയന്ത്രണം നടത്തുന്നുവെങ്കിൽ അത് ജനങ്ങളെ അറിയിച്ചുകൊണ്ടായിരിക്കും എന്ന ഒരു തീരുമാനത്തിലേക്ക് കൂടിയാണ് എത്തുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.